ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 2040ഓടെ ചന്ദ്രനെ ചുറ്റുന്ന ബഹിരാകാശ നിലയം നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു. ഭൗമഭ്രമണത്തിനപ്പുറം ദീർഘകാല സാന്നിധ്യം സ്ഥാപിക്കുക എന്ന ISROയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണിത്. ബഹിരാകാശ നിലയം ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കുള്ള ക്രൂഡ് ദൗത്യങ്ങൾക്ക് സേവനം നൽകുമെന്നും ശാസ്ത്രീയ ഗവേഷണത്തിനുള്ള ഒരു ഔട്ട്പോസ്റ്റ് ആയിരിക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിൽ ഇറങ്ങുന്ന അതേ സമയത്താണ് ചാന്ദ്ര ബഹിരാകാശ നിലയം പൂർത്തിയാക്കുന്നത്. 2050 മുൻപ് ഉപരിതലത്തിൽ സ്ഥിരമായ അടിത്തറ നിർമ്മിക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ബഹിരാകാശ നിലയം ഇന്ത്യയുടെ ചന്ദ്രപരിവേഷണ ശ്രമങ്ങളുടെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടമായിരിക്കും. വരാനിരിക്കുന്ന ചന്ദ്രയാൻ 4 സാമ്പിൾ റിട്ടേൺ മിഷൻ ഉൾപ്പെടെ ISROയുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചന്ദ്രനിലേക്ക് റോബോട്ടിക് ദൗത്യങ്ങൾ നടത്തുന്നത് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള ജലസമൃദ്ധമായ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 3 കിലോഗ്രാം സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് തിരികെ എത്താൻ ലക്ഷ്യമിടുന്ന ചന്ദ്രയാൻ 4 2028 വിക്ഷേപിക്കാനാണ് തീരുമാനം. കുറഞ്ഞ ചെലവിൽ ചന്ദ്രനിലേക്കും തിരിച്ചുമുള്ള ദൗത്യം എങ്ങനെ നടത്താമെന്നാണ് തങ്ങൾ നോക്കുന്നതെന്നാണ് ISRO ചെയർമാൻ S. സോമനാഥ് പറഞ്ഞത്. രണ്ടാം ഘട്ടം 2040ഓടെ ക്രൂഡ് മൂൺ ലാൻഡിംഗ് കൈവരിക്കാൻ ശ്രമിക്കുന്നു. തുടർന്നാണ് ചന്ദ്രനെ പരിക്രമണം ചെയ്യുന്ന സ്റ്റേഷന്റെ നിർമ്മാണം ഉണ്ടാവുക. ബഹിരാകാശ യാത്രികർക്ക് ആതിഥേയത്വം വഹിക്കുന്നതിനു പുറമെ ഈ സ്റ്റേഷൻ ശാസ്ത്ര ഗവേഷണത്തിനുള്ള ഒരു കേന്ദ്രമായും ഭാവി ബഹിരാകാശ ദൗത്യങ്ങളുടെ അടിത്തറയായും പ്രവർത്തിക്കും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ചന്ദ്രനിൽ ബഹിരാകാശ പേടകമിറക്കിയ 4ാമത്തെ രാജ്യവും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഒരു ബഹിരാകാശ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ഏക രാജ്യവുമായി ഇന്ത്യ മാറി. ഇതിനു പുറമെ 2035 ക്രൂഡ് മൂൺ ഫ്ലൈ ബൈ, 5 വർഷത്തിനു ശേഷം മനുഷ്യ ലാൻഡിംഗ് ദൗത്യം ഉൾപ്പെടെയുള്ള ദൗത്യങ്ങൾ രാജ്യം ലക്ഷ്യമിടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതേസമയം ക്രൂഡ് ബഹിരാകാശ ദൗത്യങ്ങൾക്കായി തിരഞ്ഞെടുത്ത 4 ബഹിരാകാശ സഞ്ചാരികൾ റഷ്യയിൽ സമാനമായ ജോലികൾ പൂർത്തിയാക്കിയതിനു ശേഷം ബംഗളൂരുവിലെ ISROയുടെ ഒരു കേന്ദ്രത്തിൽ പരിശീലനത്തിലാണ്.